ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ ആഴ്ച ടാറ്റ സിയറ ഇറക്കിയ സമയത്ത് അവരൊരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറച്ച് കാലമായിട്ട് മഹീന്ദ്ര അപ്ലൈ ചെയ്ത് വരുന്ന ഒരു റൂൾ ഉപയോഗിച്ചാണ് വണ്ടി ഇറക്കിയത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിരിക്കും. ഓഫ് കോഴ്സ് ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ പറഞ്ഞോളൂ. 11.5 lakhs വണ്ടി ഇറക്കി എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് മൊത്തം നല്ലൊരു ഓളമൊക്കെ ഉണ്ടാക്കി ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പതുക്കെ പ്രൈസ് പറയാമെന്ന്. ഇനിയിപ്പോൾ ഇതിൻ്റെ മീഡിയ ലോഞ്ച് ഉണ്ട്, അതായത് മീഡിയ ഡ്രൈവിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ 8-ാം തീയതി വരും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവർ ഏതായാലും ഈ വാഹനത്തിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻട്രൊഡക്ടറി പ്രൈസ് അല്ലാതെ ബാക്കി കുറച്ച് പ്രൈസും കൂടി പറയും. അവിടെയാണ് വേറൊരു പോയിന്റ് ഉള്ളത്. അവർ വേറെ ഇതിൻ്റെ ടോപ്പ് എൻ്റെ 2 വേരിയൻസ് ഉണ്ട്. അതായത് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് വേരിയൻസ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ അക്കംപ്ലിഷ്ഡ് പ്ലസും ഉണ്ട്. ഈ 2 വേരിയൻസിൻ്റെ പ്രൈസ് ഇവർ പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ വേരിയൻസിൻ്റെയും പ്രൈസാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് 3 എഞ്ചിൻസ്, അതായത് 1.5 ടർബോ ആയിക്കോട്ടെ, 1.5 NA ആയിക്കോട്ടെ, 1.5 ടർബോ ഡീസൽ ആയിക്കോട്ടെ, 3 പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടർബോ പെട്രോളിൻ്റെ ആകെപ്പാടെ ഒറ്റ മോഡൽ, അതായത് അഡ്വഞ്ചർ പ്ലസിൻ്റെ പ്രൈസ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇനി അക്കംപ്ലിഷ്ഡ് പ്ലസ് എല്ലാം പറയാനുണ്ട്. അത് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമാണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡയറക്റ്റ് പ്രൈസ് ലിസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് വേരിയൻസിൻ്റെ ഒരു ലൈനപ്പ് കാണിച്ചു തരാം. സോ നമുക്ക് സ്മാർട്ട് പ്ലസ് വരുന്നുണ്ട്, പ്യുവർ പ്ലസ് ഉണ്ട്, അഡ്വഞ്ചർ പ്ലസ് ഉണ്ട്, പിന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ്, അങ്ങനെയാണ് വേരിയൻസ് വരുന്നത്. സ്മാർട്ട് പ്ലസിൽ തന്നെ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പ്യുവർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരുപാട് അപ്ഗ്രേഡ്സ് ഇല്ലായിരുന്നു. ബേസിക് ആയിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 8 സ്പീക്കറൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്യുവർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പാനോറമിക് സൺറൂഫ്, ഡ്യുവൽ സോൺ AC, അലോയ് വീൽസ്, 17 ഇഞ്ച് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, റിയർ ക്യാമറ, അങ്ങനെ അത്യാവശ്യം കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലേക്ക് വരുന്നതോറും ഫീച്ചേഴ്സ് എന്തായാലും കൂടി വരും. ഇനി പ്രൈസിങ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ബേസ് മോഡൽ അവർ നേരത്തെ പറഞ്ഞ പോലെ 11.5 lakhs ആണ്. അതിൽ ഓട്ടോമാറ്റിക് ഒന്നുമില്ല. പ്യുവർ വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും 12.99 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഞാൻ ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് പ്രഡിക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പ്രൈസ് ചാർട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ചില പ്രൈസൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഡീസൽ മോഡലിലേക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പ്യുവർ വേരിയൻറ്റിൻ്റെ പ്രൈസ് സത്യത്തിൽ ഞാൻ ആദ്യം 12.99 ആണ് ഇടാൻ പോയത്. പക്ഷേ അതിൻ്റെ ഒരു വേരിയൻറ്റിൻ്റെ വേർത്ത് നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് 12.69 എന്തോ ആയിരുന്നു ഇട്ടത്. ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാനത് ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഒറിജിനൽ പ്രൈസ് അവൈലബിൾ ആണ്. പ്യുവർ പ്ലസ് നോക്കുകയാണെങ്കിൽ 14.49 lakhs ആണ് ഇതിരിക്കുന്നത്. 1.5 lakhs വരെ പിന്നെയും കൂട്ടിയിട്ടുണ്ട്. അത് എനിക്ക് പ്യുവർ പ്ലസ് ഒരു ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. പ്യുവർ പ്ലസ് ആസ് സച്ച് വലിയ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പ്രൈസിൽ 13.99 ആയിരുന്നു എൻ്റെ ഒരു ആപ്റ്റ് പ്രൈസ്. അഡ്വഞ്ചർ എടുക്കുകയാണെങ്കിൽ 15.29 ആണ്, വലിയ കുഴപ്പമില്ല. അഡ്വഞ്ചർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും 15.99 ആക്കിയിട്ടുണ്ട്. അത് അവരവിടെ നിർത്തി. ഇനി അക്കംപ്ലിഷ്ഡ് എന്നതിനകത്ത് ഞാൻ എന്ന് കൊടുത്തിരിക്കുന്നതെല്ലാം എസ്റ്റിമേറ്റഡ് പ്രൈസിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സോ എവിടെ കണ്ടാലും അത് ഒറിജിനൽ പ്രൈസ് അല്ല, ജസ്റ്റ് എസ്റ്റിമേറ്റഡ് പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസിൻ്റെ എസ്റ്റിമേഷനാണ് 17.49 കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. ഇനി ഓട്ടോമാറ്റിക് വേരിയൻറ്റ്, അതായത് DCT അല്ലെങ്കിൽ ടാറ്റ DC, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നാണ് വിളിക്കുന്നത്. ടാറ്റ ഇപ്രാവശ്യം ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നതെല്ലാം ആക്ച്വലി കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്. 1.5 lakhs നമ്മൾ എക്സ്ഷോറൂം തന്നെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതായത് ഓൺ റോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേക്ക് ഏകദേശം ഒരു 1.8 lakhs to 2 lakhs നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ട രീതിയിലേക്ക് പോകും. അത് കുറച്ചധികം എമൗണ്ട് ആണ്. ഓൺ റോഡ് 1.5 lakhs ഡിഫറൻസ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഏതായാലും എല്ലാ വേരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 1.5 lakhs ഡിഫറൻസ് ആണ്. 1.5 NA പെട്രോൾ അഡ്വഞ്ചർ വരെ ഓട്ടോമാറ്റിക് ഉള്ളൂ. അഡ്വഞ്ചർ പ്ലസിലും അതുപോലെ അതിൻ്റെ മുകളിലത്തെ അക്കംപ്ലിഷ്ഡിലും നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ 16.79 lakhs ഓട്ടോമാറ്റിക്കിൻ്റെ ഇത് കഴിഞ്ഞു. ആൻഡ് മാക്സിമം 1.5 NA പെട്രോൾ വരുന്നതും അക്കംപ്ലിഷ്ഡ് വരെയാണ്. അക്കംപ്ലിഷ്ഡ് പ്ലസിലും നമുക്ക് കിട്ടുന്നില്ല. അതാണ് 1.5 NA കാര്യം. ഇനി ഡീസലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഡിക്റ്റ് ചെയ്ത കറക്റ്റ് 12.99 lakhs സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 11.49 lakhs എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്യുവറും സ്മാർട്ട് പ്ലസും തമ്മിൽ 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരാനുള്ള സംഭവമില്ല. അതുകൊണ്ട് തന്നെ അവർ വണ്ടി ഇറക്കി ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ അത് 11.99 ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജസ്റ്റ് പറയണമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഡീസലിൻ്റെ കാര്യം. മിക്കവാറും 13.49 ആക്കുമായിരിക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് അഗൈൻ 1.5 lakhs 1 lakh ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഡിഫറൻസ് വന്നത്. അതിൻ്റെ ഓരോ വേരിയൻസിൻ്റെ മാനുവലിൻ്റെ പ്രൈസിൽ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. ഇവിടെയും നമുക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയൻസിൻ്റെ മാക്സിമം പ്രൈസ്, അതായത് ടോപ്പിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. ഡീസൽ മാനുവൽ മാക്സിമം 17.19 lakhs ആണ് എക്സ്ഷോറൂം നിൽക്കുന്നത്. ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് ഡിഫറൻസ് കുറവാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ അഡ്വഞ്ചർ പ്ലസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ NA പെട്രോളും ഡീസലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകെപ്പാടെ 1.2 lakhs എക്സ്ഷോറൂം പ്രൈസിലുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ താഴത്തുള്ള 3 വേരിയൻസ് എടുക്കുകയാണെങ്കിൽ 1.5 lakhs ഡിഫറൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഈ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ നമുക്ക് പ്യുവർ പ്ലസിലും 1.5 lakhs ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അഡ്വഞ്ചർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും 1.3 lakhs ഡിഫറൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. AC എക്സോസ്റ്റ് ഗിയർ ബോക്സ് ആണ് സംഭവം. പുതിയ ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് ടാറ്റ മിക്കവാറും കുറച്ച്
കുറച്ചധികം എമൗണ്ട് അതിന് കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ ഗിയർ ബോക്സ് പക്ഷേ പറഞ്ഞു വരുമ്പം സുസുക്കി ഉപയോഗിക്കുന്നുണ്ട്, ടൊയോട്ടോ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല കമ്പനി, ഈവൻ മഹീന്ദ്ര ആണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. പല കമ്പനികളും ഉപയോഗിക്കുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണിത്. എന്തായാലും അതുകൊണ്ട് തന്നെ 18.49 lakhs ആണ് ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കൽ അവരിപ്പോൾ മാക്സിമം പുറത്തിട്ടിരിക്കുന്ന പ്രൈസ്. അഗൈൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അക്കംപ്ലിഷ്ഡ് പ്ലസിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. അത് വരുമ്പോൾ ഇനിയും റേറ്റ് കൂടും. അതുകൊണ്ട് ഇതാണ് അവസാനത്തെ പ്രൈസ് എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. പൊതുവേ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളെല്ലാം ഏകദേശം ഒരു 20 to 21 lakhs ഇടയിൽ എക്സ്ഷോറൂം പ്രൈസിലാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ ക്രെറ്റ ആയിക്കോട്ടെ, സെൽറ്റോസ് ആയിക്കോട്ടെ, അങ്ങനത്തെ വണ്ടികളല്ലേ. ഇനിയിപ്പോൾ സെൽറ്റോസിൻ്റെ പുതിയ ജനറേഷനും കൂടെ വരുമ്പോഴേക്കും അതിൻ്റെ പ്രൈസ് ഇനിയും കൂടും. സോ ഏകദേശം ഇതിനകത്ത് ഡീസൽ മാനുവൽ ആണെങ്കിൽ 18.99 lakhs, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20.49 lakhs ആണ് മാക്സിമം എസ്റ്റിമേറ്റഡ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അതിലും കൂടാം അതിലും കുറയാം. എൻ്റെ എസ്റ്റിമേറ്റഡ് ആദ്യം ഉണ്ടായിരുന്ന പ്രൈസിൽ 21.49 lakhs ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ, ഇനിയിപ്പോൾ നമ്മൾ ടർബോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആകെപ്പാട് ഒറ്റ വേരിയൻ്റെ പ്രൈസ് മാത്രമേ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളൂ. അതാണ് അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ. ആകെപ്പാടെ 3 വേരിയന്റിലാണ് ടർബോ പെട്രോൾ കിട്ടുന്നത്. അതും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലി മാത്രമാണ് കിട്ടുന്നത്, മാനുവൽ കിട്ടുന്നില്ല. അക്കംപ്ലിഷ്ഡ് പ്ലസിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 17.99 lakhs ആണ് ഇതിൻ്റെ അഡ്വഞ്ചർ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻ്റെ ടർബോ പെട്രോളിൻ്റെ പ്രൈസ് വരുന്നത്. എൻ്റെ ഏകദേശം ഒരു ഗസ് അനുസരിച്ച് ഇവർ ആദ്യമായിട്ട് ഇറക്കുന്ന എഞ്ചിൻ ആയതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഓൾമോസ്റ്റ് ഡീസലിൻ്റെ സെയിം പ്രൈസ് ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, ഡീസലിനേക്കാൾ 50,000 രൂപ കുറവാണ് ഇതിന് ടർബോ പെട്രോളിന് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റഡ് പ്രൈസായി 20.49 lakhsലും താഴത്തെ ഒരു 19.99 lakhs ആണ് ടർബോ പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് വേരിയന്റ് എക്സ്ഷോറൂം പ്രൈസ് ഇട്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഏകദേശം ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട്, ഞാൻ ഇതിന് മുന്നേ നിങ്ങളെ കാണിച്ച ആ ഒരു സംഭവം നോക്കാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് അഗൈൻ ഡീസലിൻ്റെ പ്രൈസ് സെയിം ആണ്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വല്ല ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ട ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അതും ഇത് തമ്മിൽ അത്യാവശ്യം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 12.69, 13.99, 14.99. സോ എനിക്ക് ബേസിക്കലി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ 1.5 NA പെട്രോൾ മാനുവലിൻ്റെ പ്രൈസ് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് പിടിച്ച് നന്നായിട്ട് വേണമെങ്കിൽ ഇടാമായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലും 1.5 lakhs ഒരു പ്രൈസ് ഡിഫറൻസിന് വരെ 1.2 to 1.3 lakhs വരെയൊക്കെ മതിയായിരുന്നു. അത് ഈവൻ ബേസിക് വേരിയൻസിലാണെങ്കിൽ പോലും. പിന്നെ ഡീസലിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന അവർക്ക് ബേസിക് വേരിയൻ്റെ പ്രൈസ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി. അഗൈൻ സെയിം 1.5 lakhs ഡിഫറൻസ് ഓരോ വേരിയൻസ് അവന് വരുന്നുണ്ട്, അത് ഇച്ചിരി കൂടുതലാണ്. അതുപോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസും 1.5 lakhs പ്രൈസ് ഡിഫറൻസ് കുറച്ച് കൂടുതലാണ്. ടർബോ പെട്രോളിൻ്റെ പ്രൈസ് ആക്ച്വലി ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് അറ്റ്ലീസ്റ്റ് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴേക്കും ഇനി എന്തായാലും വില കൂടും. പക്ഷേ എന്നാലും മാക്സിമം പ്രൈസ് ഏകദേശം ഒരു 20 to 21 lakhs ഇടയിൽ നിൽക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. കാരണം ഈ വണ്ടി ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഡിസൈൻ അപ്രോച്ചാണ്. പൊതുവേ നമുക്ക് ഭയങ്കര കർവി ആയിട്ടുള്ള ക്രോസ് ഓവറിഷ് ഡിസൈനുള്ള വണ്ടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിക്കോട്ടെ, നിലവിലുള്ള സെൽറ്റോസ് ആയിക്കോട്ടെ, ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, എല്ലാ വണ്ടികളും അങ്ങനെയാണ്. അങ്ങനെ അല്ലാണ്ട് ഭയങ്കര മാച്ചോ SUV പ്രസൻസ് ഉള്ള കുറച്ച് നല്ല ഹൈറ്റുള്ള, ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ വേറെ പൊതുവേ ഒരു SUV എന്നുള്ള കാറ്റഗറിയിലുള്ള വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രോപ്പർ SUV ആണെന്നല്ല. അതിപ്പോഴും ഓൾ വീൽ ഡ്രൈവ് ഒന്നും ടാറ്റ കൊടുത്തിട്ടില്ല. പക്ഷേ സിയറ EV വരുമ്പോൾ എന്തായാലും അതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാവും. പിന്നെ 2027 ഈ വാഹനത്തിൻ്റെ പെട്രോൾ ഓർ ഡീസൽ ഏത് വണ്ടിയിലെങ്കിലും, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പവർഡ് മോഡലും ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൽ ടാറ്റ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പുതിയ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ആർഗോസ് എന്ന് പറഞ്ഞ ഈ ഒരു ആർക്കിടെക്ചർ അതിന് കോമ്പാറ്റബിൾ ആണ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന്. സോ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ടാറ്റയ്ക്ക് സിയറയിൽ വെച്ച് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഇനിയിപ്പോൾ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് അധികം വൈകാതെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ചാനൽ ചെക്കൗട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.